ഇന്നാണെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തൊരു മരിപ്പ് നടന്നു. ഇത് ഇച്ചിരി നല്ല കാശൊക്കെ ഉള്ള വീട്ടിലെ ആളാണ് മരിച്ചു പോയത്. അത് തൂങ്ങി മരിച്ചതാണ്. അദ്ദേഹത്തിന് 2-3 മക്കളൊക്കെ ഉള്ളതാണ്. വലിയ മക്കളൊക്കെ ഉള്ളതാണ്. അവർ ഭയങ്കര കാശുകാരാണ്. പക്ഷേ ഭയങ്കര കുടിയാണ്. അദ്ദേഹം ഭയങ്കര കുടിയനാണ്. പരിസരത്തുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പരിസരത്തുള്ളവരുമായിട്ടെല്ലാം നല്ല സഹകരണവും നല്ല സ്നേഹമൊക്കെയാണ്. പരിസരത്തുള്ളവരുമായിട്ട് ആരുമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ പെരയ്ക്കകത്ത് പ്രശ്നമാണ്. മക്കൾ കല്യാണം കഴിച്ച് കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാണ്. ഭാര്യ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുക, കുടിച്ചിട്ട് വന്നിട്ട് മക്കളോട് പ്രശ്നം ഉണ്ടാക്കുക, ഭയങ്കര പ്രശ്നം. അപ്പം നാട്ടുകാരൊക്കെ അപ്പം ലാസ്റ്റ് ഇവർ തമ്മിൽ ഭാര്യ ഭർത്താവ് രണ്ടും 2 റൂമിലാണ് കിടക്കുന്നത്. 2 റൂമിൽ കിടക്കുകയും പിന്നെ ഇവർ മിണ്ടത്തൊന്നുമില്ല രണ്ടുപേരും. കാരണം അതേപോലെ വന്ന് കിടന്ന് ചീത്ത വിളിക്കും ആ ആൾ. ലാസ്റ്റ് മരിച്ചപ്പം തൂങ്ങി അങ്ങ് മരിച്ചു ആൾ. ഇന്ന് രാവിലെയാണ് തൂങ്ങി മരിച്ചപ്പോൾ പിന്നെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് എന്തുവാ, ഈ ആൾ ചീത്ത വിളിക്കുന്നതും എല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പം ഭാര്യയുടെ മേളിലങ്ങ് കുറ്റങ്ങളെല്ലാം കൂടെ അങ്ങ് അടിച്ചേൽപ്പിച്ച്, അതായത് ഭാര്യ കാരണമാണ് ഈ ഭർത്താവ് ഇങ്ങനെ ചെയ്തതെന്നാക്കി. മനസ്സിലായോ? ഭാര്യ കാരണമാണ്. ഭാര്യ കൂടെ കിടക്കത്തില്ല. പിറ്റേന്ന് 10 മണിയായിട്ടും ആ മരിച്ച് നിൽക്കുന്നത് ആരും കണ്ടില്ല, മനുഷ്യരും കണ്ടില്ല. പിന്നെ ഇവരെന്തിനോ അകത്ത് കയറിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്, മരിച്ചു പോയെന്നുള്ളത്. അങ്ങനെ ആൾക്കാരെല്ലാം വന്നു. എല്ലാ പെണ്ണുങ്ങളും കൂടിയിട്ടും പറയുന്നത് ഈ ചേച്ചിയാണ്. പറയുന്നവർക്ക് പറയാം, കാരണം മറ്റുള്ളവർ അവരവരുടെ വീട്ടുകളിൽ വരുമ്പോൾ മാത്രമേ അവരവർ മനസ്സിലാക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ കാര്യമാകുമ്പം പറയും. ഇപ്പം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്നിട്ട് പോലുമില്ല. ആ ചേച്ചി എന്തെല്ലാമാണോ ബന്ധുക്കളിലെല്ലാം കൂടെ പറയുന്നത്. കാരണം എല്ലാവരും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഇതുപോലെ അയൽവാസികളൊക്കെ പറഞ്ഞു ഇതുപോലെ ആ ചേച്ചിയെ കാരണം. ആ ചേച്ചി എന്തുവാ, ആ ചേച്ചി കാരണങ്ങളൊന്നുമില്ല. ആ ചേച്ചിയോട് ചീത്ത വിളിക്കുമ്പോൾ ചേച്ചി പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ലാസ്റ്റ് സഹിയായിട്ട് അദ്ദേഹം അങ്ങ് തൂങ്ങിയതാണ്. അല്ലാതെ ഈ പറയുന്നവർക്ക് കൊണ്ടുപോയി 2 ദിവസം നിർത്തും അവർ? നിർത്തത്തില്ല. എല്ലാവരും ജീവനോടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറ്റം പറയും. അതേ സമയത്ത് മരിച്ചപ്പം നേരെ തിരിഞ്ഞ് ലാസ്റ്റ് ചേച്ചിയുടെ നേർക്കായി ആ പ്രശ്നങ്ങൾ മൊത്തം. ലാസ്റ്റ് പോലീസുകാർ വന്നിട്ട് ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പം പറയും, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കും, മദ്യപിക്കും ആൾ, രാത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കും, അല്ലാതാണ്ട് ഏത് വീട്ടിലാണ്. മരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുമല്ലോ, ജീവനോടിരിക്കുമ്പോൾ ആരാ ഒരു വീട്ടുകാരും സമ്മതിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും കൂട്ടിക്കത്തൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളായി. പിന്നെ ലാസ്റ്റ് അഴിച്ചുകൊണ്ട് പോയി ആ ചേച്ചിയെ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്കാണല്ലോ വിഷമം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കും, ആരെ പറയണമെന്നറിയാൻ വയ്യാതെ. ശരി.